ഹലോ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷി നടലൊന്നുമല്ല കേട്ടോ, ഞാൻ നട്ടതൊന്ന് വിളവെടുക്കാൻ പോവുക. അപ്പൊ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. മഴക്കാലാണല്ലോ. മഴക്കാലം എന്ന് പറഞ്ഞാല് അതിന്റെ ടോപ്പ് അവസ്ഥയിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാഴ്ചയൊക്കെ തോരാത്ത മഴ, കൂട്ടത്തിൽ ഭയങ്കര കാറ്റും, വിറക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടണം. നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം. ഫുഡിൽ ഇലക്കറികൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ആരോഗ്യമാണ്. ഇപ്പൊ ഇലക്കറി എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലുണ്ട്, പൊന്നാങ്കണ്ണി ഉണ്ട്, ചായ മനസ്സുണ്ട്, പച്ചച്ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്, പിന്നെ ചീരച്ചേമ്പുണ്ട്. അങ്ങനെ പല ഇനമുണ്ട്. അത് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഭ്രാന്താണല്ലോ, ചെടി ഭ്രാന്ത്. അപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വിളവെടുക്കാനും ആയതാ. പക്ഷെ ഞാൻ ഇന്ന് വിളവെടുക്കുന്നത് ചീരച്ചേമ്പ. ഇന്ന് ഞാൻ ചീരച്ചേമ്പ് വിളവെടുക്കലുമാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു തോരനുമാണ്. അത് ഞാൻ രണ്ടും നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്നാ വരി. ഇതാണ് എൻ്റെ ചീരച്ചേമ്പ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ എൻ്റെ ചീരച്ചേമ്പ് കണ്ടു പരിചയം ഉണ്ടാവും. ഇത് ഞാൻ വേനൽക്ക് നട്ടതായിരുന്നു. വേനൽക്ക് ഞാൻ നനച്ച് പിടിപ്പിച്ചതാ. ഇത് മഴ അങ്ങ് പെയ്തു നോക്കുമ്പോ അല്ലേ ചീരച്ചേമ്പ് ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടായിക്ക്. നമ്മൾ ചീരച്ചേമ്പ് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ കാണുന്നവർ വിചാരിക്കും ഇത് ചേമ്പ് നട്ടതല്ലേ, വെറുതെ പറയാണ് ചീരച്ചേമ്പ്. എന്നാ ഇത് ചീരകളുടെ രാജാവ് ചീരച്ചേമ്പാ. ഭയങ്കര വ്യത്യാസം. അടുപ്പിച്ച് നിർത്തിയാല് ചേമ്പും ചീരച്ചേമ്പും അടുപ്പിച്ച് വെച്ചാല് ഭയങ്കര വ്യത്യാസാ. അതാ ഇത് രണ്ട് സൈസാ. അപ്പൊ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഹൃദയാരോഗ്യത്തിനും പിന്നെ മുടിക്ക്, സ്കിന്നിന്, തലച്ചോറിന് എല്ലാത്തിനും നല്ലതാ ഇത് കഴിക്കുന്നത്. ഇതിന്റെ ഭക്ഷ്യയോഗ്യം ഏതാന്ന് പറഞ്ഞാൽ ഈ തണ്ടും ഇലയുവാ. ഈ തണ്ടും ഇലയുമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ പലർക്കും ഒരു ഡൗട്ടാ, ഇത് ചൊറിയില്ലേന്ന്. അപ്പൊ ഇത് ചൊറിയില്ലെന്ന് ചോദിച്ചാൽ അത് ചൊറിയില്ല എന്ന് മാത്രല്ല, ഭയങ്കര ടേസ്റ്റിയും കൂടിയാ. ഇതിന്റെ ഇലന്റെ വീതി കണ്ടാൽ നമ്മൾ പേടിച്ചു പോവും. അത്രക്കും ഇതിന്റെ വീതി നോക്ക്. ഒരു 2-3 ഇല മതി ഒരു കുടുംബത്തിന്. പിന്നെ ഇതിന് വിത്തൊന്നുമില്ല കേട്ടോ. വിത്തൊന്നും ആരും മാന്തി പെറുക്കിയൊന്നും വേണ്ട. വിത്തൊന്നുമില്ല. ഇതിന്റെ വേരാണ്. വേരിൽ നിന്ന് മുളച്ചാണ് ചെറിയ തൈകൾ ഉണ്ടാവുക. അത് നമ്മൾ പിരിച്ച് കുഴിച്ചിട്ടാൽ മതി. എന്നാൽ സൂപ്പറായിട്ട് നമുക്ക് കുറേ ചീരച്ചേമ്പ് ഉണ്ടാക്കാം. ഇതിന്റെ വീതി നോക്ക്, ഭയങ്കര വീതിയാ. അപ്പൊ ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കും. എന്റെ തൈ നടുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 3 എണ്ണം പടുത്ത് നട്ടീനി. അതും ഉഷാറായിട്ടുണ്ട്. ഒരു 3 എണ്ണം മതി നമ്മളെ തോരൻ വെക്കാൻ. ഞാൻ അവിടെ പറിക്കട്ടെ. ഇവിടുത്തെ കഴിഞ്ഞു. ഇതങ്ങനെ ഉണ്ടാവട്ടെ. ഇതൊക്കെ ഇളമ്പ ഞങ്ങൾ വിചാരിക്കും ഇത് മൂത്താണ് എന്ന്. ഇതൊക്കെ ഇളന്തണ്ട. ഇത് മൂത്തതാണെങ്കിൽ ഇതിന്റെ മേൽഭാഗത്തുള്ള ഒരു പാട പോലത്തെ നീക്കം ചെയ്യണം. എത്താത്തത് അപ്പാടങ്ങനെ ഇരിക്കാം. ഞാന് ഒരു ചീരച്ചെമ്പ് പുറത്താ നട്ട്. റോഡ് സൈഡിൽ നോക്ക്. റോഡ് സൈഡിൽ നട്ടതുണ്ടായത് ഭയങ്കര വെയിലാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് നടട്ടെ. വലിപ്പം ഭയങ്കര വലിപ്പാ, ഞെട്ടിപ്പോട വലിപ്പം. ഒന്നും കൂടി അങ്ങ് വിളവെടുക്കട്ടെ. 2 എണ്ണം മതി. ആദ്യം വിളവെടുത്ത ഉണ്ടല്ലോ, എന്താ 2 എണ്ണം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി അരിയാൻ പോവട്ടെ. ഇതിന്റെ തൈ കാണിച്ചു തരാം. ഇതാ തൈ ഉണ്ടായത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ചോട്ടിൽ നിറച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ തൈകൾ നിറച്ചുണ്ടായി കണ്ടോ. അതങ്ങ് പിരിച്ച് കുഴിച്ചിടല. വിത്തുണ്ടാവൂരതിന്. ഇതാ വിളവെടുത്തേ കണ്ടില്ലേ, എത്രയാ ഉള്ളത്. ചക്ക വെച്ച പോലെ ഇപ്പൊ തിന്നണ്ടി വരും, അത്രയുണ്ട്. ഇത് ചെറിയ 2-3 സൈഡിൽ നിന്ന് വെട്ടിയെടുത്തതാ. ഇത് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതൊന്ന് കഴുകണം. അപ്പൊ പുറത്തുനിന്ന് കഴുകിയിട്ട് അങ്ങ് അടുക്കളയ്ക്ക് കയറാന്ന് വിചാരിച്ചത്. എന്റെ പുറത്ത് സൗകര്യം ചെയ്തതാ. ഇതൊക്കെ എന്റെ കൃഷികളൊക്കെ ഇവിടുന്ന് കഴുകാന്, വിളവെടുത്തതൊക്കെ ഞാൻ എല്ലാം കഴുകിയിട്ട് കാണിച്ചു തരാം. കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മേൽഭാഗത്തുള്ള പാട പോലത്തെ ഭാഗം അങ്ങനെ വലിച്ചെടുക്കണം. പെട്ടെന്ന് വെന്തോളൂ. മൂപ്പെത്തിയതിന് ഇട്ടത് മൂപ്പ് എത്തിയിട്ടൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് എടുക്കല. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കഴിഞ്ഞ് ഇനി അരിയല. ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല.
ഇത് വേഗം അങ്ങ് വെന്തു പോവും. പിന്നെ ഇത് കട്ടിംഗ് ബോർഡിൽ അരിയുന്നവരുണ്ട്. എനിക്ക് കട്ടിംഗ് ബോർഡ് കൊണ്ട് അത്ര പരിചയം കുറവാ. ഞാൻ ഈ കത്തിയും കയ്യിലൊരു ഉറയൊക്കെ എൻ്റെത്. വയസ്സന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാരാ കട്ടിംഗ് ബോർഡും ഒക്കെ. ഞാൻ ഫുള്ളായിട്ട് എറിഞ്ഞിട്ട് കാണിച്ചു തരാം. ജീരച്ചേമ്പ് കട്ട് ചെയ്യുന്നത് പുറം തന്നെ വേണം, വലിയ ചേമ്പായത് പിന്നെ ഇല ആയത് കൊണ്ട്. സംഭവം വേഗം കഴിയും. ഞാൻ ഇത്രയും വലിയ പാത്രം വേണോ, എന്നാലേ ഇത് നല്ല സുഖമായിട്ട് അരിയാൻ കഴിയുള്ളൂ. കട്ട് ചെയ്യാന്നേ ഉള്ളൂ. തണ്ടിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇഷ്ടം പോലെ ഇല തന്നെ ഉണ്ട്. പിന്നെ തണ്ടെല്ലാം അരിയുന്ന നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതാണല്ലോ. തണ്ടിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് ഇല തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ വേഗം അരിയണം, കുഴഞ്ഞു പോവും. തീരെ ആരോഗ്യമില്ല, കുത്തറ നിൽക്കുകയല്ല. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു. ഫുള്ളായിട്ട് എടുത്തില്ല, കുറച്ച് ഒഴിവാക്കിയതാ. കുറെ ഉണ്ട് ഇത്, തണ്ടും ഇതും കൂടി ആയിട്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ പോവുക അവര്. നമുക്ക് തോരനിലേക്ക് ഇടാനുള്ള ചേരുവകളാണ് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി. ഇതൊന്ന് ചതക്കിയെടുക്കും മിക്സിയില്. വറവിടാൻ വേണ്ടി വെളുത്തുള്ളി ഞാൻ ചതക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വറവിടുന്നൊക്കെ കാണിച്ചു തരാം. ചതക്കിയെടുക്കട്ടെ, പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങയും. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചതക്കിയതെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് പിടിപ്പിക്കും. ആവശ്യത്തിന് ഉപ്പു, രണ്ടും കൂടെ അങ്ങാവുമ്പോളേ ഉപ്പ് അധികമായി പോണ്ട. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ മൺചട്ടിയിലാട്ടോ എല്ലാം ഉണ്ടാക്കുക. എനിക്ക് മൺചട്ടിയാ ഇഷ്ടം. നിങ്ങളൊക്കെ വയസ്സന്മാർ അതിനനുസരിച്ച്. പിന്നെ വെളിച്ചെണ്ണ, ഞങ്ങളെ വയനാട് വെളിച്ചെണ്ണ നട്ടുച്ചയായിട്ട് നോക്ക്. ഇപ്പോഴും ഇതാ ഉറങ്ങി കിടക്കാന്നാ പറയാ. കട്ട പിടിച്ചിട്ട് അന്ന് ഉരുകി കിട്ടണമെങ്കിൽ ഇത്ര സമയം എടുക്കുമെന്നറിയോ. വെളിച്ചെണ്ണയൊന്നും ഞമ്മക്ക് അധികം എടുത്തൂടെ കേട്ടോ. ഇപ്പം വെളിച്ചെണ്ണന്റെ വില കേട്ടാല് ഞെട്ടു. വെളുത്തുള്ളി ചതക്കി അതിലിട്ടു. ഇത് ഒരു ഗോൾഡൻ കളർ ആവണം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഗോൾഡൻ കളറായി. ഈ ഗോൾഡൻ കളർ ആവുന്നത് വരെ കരിയരുത്, ഗോൾഡൻ കളർ ആയാൽ മതി. ഇനി ഞാൻ ഇടാൻ പോവാണ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇതാണ് ചീരച്ചേമ്പ് ഉണ്ടാക്കുന്ന രീതി, ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ഇത് കണ്ടാ വിചാരിക്കും ഈ പാത്രത്തിൽ ഈ ചീരച്ചേമ്പ് മൊത്തം കൊള്ളുവോന്ന്. എന്നാലെന്താ അറിയാം, ഇതങ്ങ് പോവും. ഇത് വേഗം അങ്ങ് അമർന്നു പോവും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ഉണ്ടല്ലോ. എന്താന്ന് അറിയുമ്പത്തിനേക്ക് കുഴഞ്ഞു പോവും. കൊള്ളാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ചിട്ട് അങ്ങ് ഒതുക്കിയതിന് ശേഷം പിന്നെ അങ്ങ് മൂടി വെച്ചാൽ മതി. നല്ല സ്മെല്ലാ. വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ കൂടിങ്ങ് ചേരുവൊക്കെ കൂടുമ്പോഴേ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഞാൻ വെന്തിട്ട് കാണിച്ചു തരാം. നമ്മൾ അരിയുമ്പോ എത്ര ഉണ്ടായിരുന്നു എല്ലാം ഇപ്പൊ ഈ പാത്രത്തിലേക്ക് കൊണ്ടു. നല്ലോണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ നല്ലോണം അമർത്തി വെക്കുക. ഇങ്ങനെ അമർത്തി അങ്ങ് വെച്ചാല് മൂടി വരും. ഇനി കുറച്ച് വേവട്ടെ. കുറച്ച് നേരമായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചതാ. നോക്കാം നമുക്ക് എന്തായി എന്നുള്ളത്. അങ്ങനെ നോക്കട്ടെ എന്തായി എന്നുള്ളത്. ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ചീരച്ചേമ്പ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മള് പാത്രത്തിലേക്ക് ഇടട്ടെ. കണ്ടില്ലേ എൻ്റെ ചീരച്ചേമ്പ് തോരന്? സൂപ്പർ ടേസ്റ്റ് ഉള്ള തോരൻ. ഞാൻ കഴിച്ചു നോക്കി കുറച്ച്. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ തോരൻ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.